അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബുൾസൈ മസാല കൊണ്ടാണ് കേട്ടോ. ബുൾസൈയിൽ മസാല ഇട്ട് എങ്ങനെ ഉണ്ടാവും ഞാൻ കുറേ കാണാൻ തുടങ്ങിയിട്ട് ചെയ്യണമെന്ന് കുറേ ദിവസമായി വിചാരിക്കണോ. ഇന്നാണ് ആ അവസരം എത്തിച്ചേർന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഐറ്റംസുകളൊക്കെ വെച്ച് ശരിയാക്കിയിട്ടാണ് മുത്തുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. ഒന്നും വിചാരിക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ തിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ എണ്ണക്കുപ്പി മീശോന്ന് മേടിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മുട്ട ഉണ്ണി പൊട്ടാൻ പാടില്ല, പൊട്ടാണ്ട് എടുക്കണം. അപ്പോൾ ഒരെണ്ണം ഞാൻ വിസ്മിക്ക ചൊല്ലി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതും കൂടി ഒഴിക്കുകയാണ്. പൊട്ടരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അതങ്ങോട്ട് പോയി കിട്ടി. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് നല്ലപോലെ പൊട്ടാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൊട്ടൂലെന്ന് നമുക്ക് ഒഴിച്ചതിന് ശേഷം കാണാം. അപ്പോൾ പൊട്ടിയിട്ടില്ല കേട്ടോ. മൂന്നും നമുക്ക് പൊട്ടാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മസാലകളാണ് ഹൈലൈറ്റ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ കുരുമുളക് പൊടിക്ക് ഓട്ട കുറച്ച് കുറവാണ്. അത് കാരണം കുറച്ച് ചാടണുള്ളൂ. അപ്പുറം ഊരി തിരിച്ചു കഴിഞ്ഞാൽ ഒന്നാകെ ചാടും ചെയ്യും. പിന്നെ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല കേട്ടോ. ചിക്കൻ മസാല തട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വെക്കുകയാണ്. പിന്നെ മുളകും പൊടി തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ മെയിൻ സാധനം എന്ത് വേണം നിങ്ങൾ പറയൂ. അതില്ലാതെ ഒരു കാര്യം നടക്കൂല മക്കളെ. ഈ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതില്ലാതെ നടക്കില്ല. ഉപ്പ്, മെയിൻ സാധനം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി എണ്ണ നമുക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതിനെ നമ്മൾക്ക് മെല്ലെ ഇതിന്ന് എടുക്കണം. അതാണ് ഭയങ്കര ടാസ്ക്. കാരണം ഇത് ഉണ്ണി ഇത്ര വേവാൻ പാടുള്ളൂ കേട്ടോ. ഇതിനെ നമുക്ക് പൊട്ടാതെ ഇങ്ങോട്ട് പാത്രത്തേക്ക് എടുക്കണ്ടേ. ആദ്യം ഞാൻ വേറൊരു ചട്ടക കൂടിയും വെച്ചിട്ട് എടുക്കാൻ നോക്കി. പൊട്ടൂലേ എന്നുള്ളത് പാത്രത്തിൽ ചാടുമ്പോൾ നമുക്കറിയാം. അപ്പം രണ്ട് കയ്യിൽ വെച്ചിട്ട് നമ്മൾ പാത്രത്തേക്ക് ഒരു വിധത്തിൽ ഇങ്ങോട്ട് എടുത്തു. പൊട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ ഇതട്ടോ ഇതേപോലെ റെഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 കോഴിമുട്ട ആദ്യം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കണം. മുട്ട ചൂടുണ്ട് കേട്ടോ. അപ്പോൾ കൈ ഇടയ്ക്കിടയ്ക്ക് പൊള്ളുന്നുണ്ട്. അതാണ് ഇങ്ങനെ വലിക്കുന്നത്. അത് നമുക്ക് ചെറിയ പീസുകളാക്കി അരിഞ്ഞ് കുത്തി പെറുക്കി എടുക്കണം. തോന വേണ്ടവർക്ക് തോന എടുക്കാം. ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ മുട്ട നമ്മൾ 2 എണ്ണം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മുട്ടനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുത്ത മുട്ടനയിലേക്ക് തട്ടി കൊടുക്കാം. ചില പീസുകളൊക്കെ ചെതറി അപ്പുറത്തൊക്കെ ഇപ്പുറത്തൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു അപ്പോൾ ആ മുട്ടനെ നമ്മൾ എണ്ണയിലിട്ടിട്ട് ചിക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ടു. ഇപ്പം ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. പിന്നെ വീണ്ടും നമുക്ക് മീറ്റ് മസാലയും ചിക്കൻ മസാലയും അതൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മുട്ടയിലും നല്ല മസാല വേണം കേട്ടോ. തോനെ മസാല വേണം, എന്നാലും അത്ര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനൊരു വീഡിയോയിൽ കണ്ടത്. അപ്പോൾ മുളകും പൊടി ഇട്ടെടുത്ത് കുരുമുളക് നേരത്തെ നമ്മൾ തട്ടിയില്ലേ അതേ മസാല തന്നെ കേട്ടോ. വ്യത്യാസമൊന്നുമില്ല. നേരത്തെ ബുൾസൈലേക്ക് ഇട്ടെടുത്തില്ലേ ആ മസാല തന്നെയാണ് ഈ മുട്ട പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത കഷ്ണത്തിലും ഇട്ടെടുക്കണം കേട്ടോ. അപ്പം അതിനെ നമുക്ക് നല്ല ഒന്ന് ചെറുപറാന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കോരോ പൊട്ടൊക്കെ വരും കേട്ടോ. മുട്ടയുടെ ഉണ്ണി അതിൽ അലിഞ്ഞതല്ല. അത് കാരണം എണ്ണയിലാകുമ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. സൂക്ഷിച്ചും കണ്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിയില
തൂവി കൊടുക്കാം. അപ്പം അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അതിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മുടെ ബുൾസൈയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഗ്യാസിൻ്റെ മുകളിൽ തന്നെ ഞാൻ ആ സാഹസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ ഇതിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കഴിക്കാൻ ബ്രെഡോ ബന്നോ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടം. എന്താ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ ഇഷ്ടമുള്ളത് കൂട്ടിയിട്ട് കഴിക്കട്ടോ. ഇതിൻ്റെ അടുത്ത് ബ്രെഡും ബന്നും ഇതൊന്നുമില്ല. അപ്പം ഇഡ്ഡലി ഉണ്ടായിരുന്നു, ഇഡ്ഡലി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ഞാനിട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ ഉണ്ണിയുണ്ടോ അത് ഇങ്ങനെ ആവണം. അതിൽ മുക്കിയിട്ട് ഇഡ്ഡലി നല്ല ചൂടുണ്ട് കേട്ടോ. ഇഡ്ഡലിയും ചൂടുണ്ട്, ഇതും ചൂടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം.